തൃശൂർ പഴുവിലിൽ സദാചാരാക്രമണത്തിലിരയായ ബസ് ഡ്രൈവർ മരിച്ചു. പഴുവിൽ സ്വദേശി സഹറാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം സംഭവിച്ചത്. വിവരങ്ങളുമായി അനീഷ് ആന്റണിയുണ്ട്. അനീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ മാസം 18-ന് അർദ്ധരാത്രിയായിരുന്നു സഹർ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട സദാചാര മർദ്ദനത്തിനിരയായത്. വനിതാ സുഹൃത്തിനെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട തർക്കം ഒടുവിൽ ക്രൂര മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നു. സഹറിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. 10 പേരടങ്ങുന്ന സംഘമാണ് സഹറിനെ മർദ്ദിച്ചതെന്നാണ് ചേർപ്പ് പോലീസ് പറയുന്നത്. കുറുമ്പിലാവ് സ്വദേശികളായ രാഹുൽ, വിജിത്ത്, വിഷ്ണു, ഡിനോ, അതുപോലെ അഭിലാഷ്, അമീർ, അരുൺ, കാർളം സ്വദേശി ജിഞ്ചു എന്നീ 8 പേരും കണ്ടാലറിയാവുന്ന 2 പേരുമാണ് ചേർപ്പ് പോലീസിന്റെ പ്രതിപ്പട്ടികയിലുള്ളത്. ഇതിൽ രാഹുൽ, പ്രതിയായ രാഹുൽ വിദേശത്തേക്ക് കടന്നതായും സൂചനയുണ്ട്. മർദ്ദനശേഷം സഹർ വീട്ടിലെത്തി പുലർച്ചയോടെ അസഹ്യമായ വേദനയെ തുടർന്ന് നിലവിളിക്കുന്ന ശബ്ദം സഹറിന്റെ അമ്മ കേട്ടു. ആദ്യം വീടിന് സമീപത്തെ കരാഞ്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചക്കിടെയായി സഹറിന്റെ ആരോഗ്യനില വഷളായി. ഇതേ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. അവിടെ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് ഉച്ചയോടെ മരണം സംഭവിച്ചത്. അതേസമയം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കൊണ്ടുപോകും. അതേസമയം സഹറിനെ മർദ്ദിച്ച 10 പേരടങ്ങുന്ന പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. സംഭവശേഷം പ്രതികൾ ഒളിവിൽ പോയിരുന്നു. പ്രതികൾ എല്ലാവരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിലാണെന്നാണ് ചേർപ്പ് പോലീസ് നമുക്ക് നൽകുന്ന വിശദീകരണം. ഇതിൽ രാഹുൽ എന്ന് പറയുന്ന പ്രതി വിദേശത്ത് കടന്നതായും സൂചനയുണ്ട്. എന്തായാലും മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ തൃശൂർ റൂറൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. തൃശൂരിൽ സദാചാരാക്രമണത്തിനിരയായ ബസ് ഡ്രൈവർ കൊല്ലപ്പെട്ടു. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.